പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തിലെ പൂജാരിമാർക്കെതിരായ പീഡന പരാതി പുറത്തുവന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു. കർണാടക സ്വദേശിയായ യുവതിയെ ബ്ലാക്ക്മെയിൽ ചെയ്ത് ബലാത്സംഗത്തിന് ശ്രമിച്ചു എന്ന കേസിൽ ടി.എ. അരുൺ അറസ്റ്റിലുമായിരുന്നു. ക്ഷേത്രത്തിലെ തന്ത്രി ഉണ്ണി ദാമോദരനും കേസിൽ പ്രതിയാണ്. ഇപ്പോഴിതാ ഈ കേസ് വ്യാജ പീഡന കേസ് ആണ് എന്ന് ആരോപിച്ച് തന്ത്രിയുടെ മകൾ ഉണ്ണിമായ രംഗത്തെത്തിയിരിക്കുന്നു. ഈ വാർത്തയുടെ വിശദാംശങ്ങളാണ് സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത്. ക്ഷേത്രത്തിന്റെ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട കുടുംബ പ്രശ്നവും ബന്ധുക്കളുടെ ഗൂഢാലോചനയും ആണ് പീഡന പരാതിക്ക് പിന്നിൽ എന്നാണ് ഉണ്ണിമായ ആരോപിക്കുന്നത്. തന്ത്രി ഉണ്ണി ദാമോദരന്റെ സഹോദരനും മക്കൾക്കും ഉള്ള മുൻ വൈരാഗ്യമാണ് വ്യാജ പരാതികൾക്ക് കാരണം. പൂജാരിയും സഹോദരി ഭർത്താവുമായ അരുണിനെ ഹണി ട്രാപ്പിൽപ്പെടുത്തിയതായി ഉണ്ണിമായ ആരോപിച്ചു. സഹോദരപുത്രൻ പ്രവീണാണ് കേസിന്റെ മാസ്റ്റർ ബ്രെയിൻ. പരാതി നൽകിയ സ്ത്രീ പ്രവീണിന്റെ പെൺ സുഹൃത്താണ്. പരാതിക്കാരി വന്ന കാറിന്റെ നമ്പർ വ്യാജമാണ് എന്നും ഉണ്ണിമായ പറയുന്നു. ഗൂഢാലോചന തെളിയിക്കുന്ന തെളിവുകൾ കൈവശമുണ്ട്. സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം എന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതായും ഉണ്ണിമായ വ്യക്തമാക്കി. ആദ്യം ആജ്ഞ രവീന്ദ്രനിലേക്കാണ് പോകുന്നത്. ആജ്ഞ, ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇതൊരു വ്യാജ പരാതിയാണ് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് മറ്റൊരു സ്ത്രീ തന്നെയാണല്ലോ ഇത് വ്യാജ പരാതിയാണ് എന്ന പ്രതികരണവുമായി ഇപ്പോൾ എത്തിയിട്ടുള്ളത്. എന്തിനായിരുന്നു ഇങ്ങനെ ഒരു പരാതി നൽകിയത് എന്നുള്ളതാണ്. ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ, അതായത് പ്രത്യേകിച്ച് ഈ പീഡന ആരോപണവുമായി എത്തിയത് എന്നാണ് പറയുന്നത്? അഭിലാഷ്, നമ്മളോടൊപ്പം ഉള്ളത് തന്ത്രിയുടെ മകൾ ഉണ്ണിമായയാണ്. ഈ ഒരു സ്ത്രീ നൽകിയ പരാതി, അതായത് പീഡന പരാതി, തൻ്റെ അച്ഛനെതിരെയും അതുപോലെ ബ്രദർ ലോയ്ക്കെതിരെയും നൽകിയിട്ടുള്ള പീഡന പരാതിക്കെതിരെയാണ്. അതിനുള്ള തെളിവുകൾ നിരത്തി തന്നെയാണ് ഉണ്ണിമായ മാധ്യമങ്ങളെ കണ്ടത്. അങ്ങനെയാണ്. അത് മാത്രമല്ല, ഇത് കുടുംബപരമായി സാമ്പത്തിക തർക്കം നിലനിൽക്കുന്നുണ്ട്. അച്ഛൻ്റെ സഹോദരനും അദ്ദേഹത്തിൻ്റെ കുടുംബവും നിരന്തരം ഇവരെ ഉപദ്രവിക്കുന്ന തെളിവുണ്ട്. 5 FIR അവർക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട്. ആ കേസ് നടക്കുന്നതുമാണ്. അതിനിടയിലാണ് ഇത്തരത്തിൽ, അതായത് പൂർണ്ണമായും സിവിൽ കേസായി മാറാവുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ക്രിമിനൽ കേസായി മാറിയിരിക്കുന്നത്. അത് ഈ അച്ഛൻ്റെ സഹോദരൻ്റെ മകൻ പ്രവീണാണ് ഇതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ എന്നാണ് ഉണ്ണിമായ നമ്മളോട് വ്യക്തമാക്കുന്നത്. അങ്ങനെയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകളുമായാണ് ഇന്ന് ഉണ്ണിമായ മാധ്യമങ്ങളെ കണ്ടിട്ടത്. ഹണി ട്രാപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഉണ്ണിമായ ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തമാക്കി മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വന്നിട്ടുള്ളത്. അങ്ങനെയാണ്. മാത്രമല്ല, ഈ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് പെരിങ്ങോട്ട് മഠം ദേവസ്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേരിലാണ് അതിൻ്റെ വില്ലുള്ളത്. ഇവർക്ക് 2 പെൺമക്കളാണുള്ളത്. അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന സാമ്പത്തിക തർക്കമാണ് ഇത്ര വലിയ ഒരു കേസിലേക്ക് അച്ഛനെയും അതുപോലെ സഹോദരി ഭർത്താവിനെയും കൊടുക്കാനുണ്ടായ കാരണമെന്ന് ചൂണ്ടിക്കാണിച്ച് തന്നെയാണ് ഉണ്ണിമായ ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടത്. അങ്ങനെയാണ്. എന്തായാലും നമ്മോടൊപ്പം ചേരുകയാണ്. നമുക്ക് കൂടുതൽ ഉണ്ണിമായയ്ക്ക് തന്നെ കൂടുതൽ പറയാനുണ്ടാകും. ഒരു പക്ഷേ നേരത്തെ നമ്മളോട് പ്രസ് മീറ്റിൽ പറഞ്ഞതിനേക്കാൾ ഉപരി ഉണ്ണിമായയ്ക്ക് പറയാനുണ്ടാവും. ഉണ്ണിമായ അതിനുള്ള കൃത്യമായ തെളിവുകളൊക്കെ ശേഖരിച്ച് വെച്ചിട്ട് തന്നെയാണ് മാധ്യമങ്ങളെ കാണുന്നത് എന്നാണ് വ്യക്തമാക്കുന്നത്. ഉണ്ണിമായയോട് ചോദിക്കാനുള്ളത്, ഈ ഒരു സാഹചര്യത്തിൽ, അതായത് അച്ഛൻ്റെ മകൾ എന്നുള്ള വൈകാരിക നിലപാടിനപ്പുറം ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരം കേസുകളുമായും പ്രശ്നങ്ങളുമായൊക്കെ ബന്ധപ്പെട്ട് നിരന്തരം ഇടപെടുന്ന ഒരാൾ കൂടിയാണ്. അങ്ങനെയുള്ളപ്പോൾ ഇത്ര വലിയ ഒരു കേസിലേക്ക്, അതായത് ക്രിമിനൽ കേസിലേക്ക് മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത് എങ്ങനെയെന്നാണ് പറയാനുള്ളത്? അവർ ആദ്യം ഇൻജങ്ഷൻ കൊണ്ടുവരികയാണ് ഉണ്ടായത്, അരുണും സൂരജ് എൻ്റെ ഹസ്ബൻഡിനും എതിരെയായിട്ട്. അതിനുശേഷം അവർ 6 ആണുങ്ങളും പെണ്ണുങ്ങളും അവർ ഒറ്റക്കെട്ടായി നിന്നാൽ അറിയാലോ. ഞങ്ങൾ അച്ഛനും 2 പെൺകുട്ടികളാണുള്ളത്. അരുണ് ദുബായിൽ ബിസിനസ് ഉണ്ട്. എൻ്റെ ഹസ്ബൻഡ് പൈലറ്റ് ട്രെയിനിങ്ങിന് ബാങ്കോക്കിൽ പോയിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാനും അച്ഛനും അമ്മയും അനിയത്തി വിഷ്ണുപ്രിയ, ഒരു അച്ഛൻ്റെ മകൾ എന്ന നിലയിൽ മാത്രമല്ല, അവളുടെ ചേച്ചി എന്ന നിലയിൽ അവളുടെ പൂർണ്ണ പിന്തുണയോടെ എൻ്റെ ഭർത്താവിനെ ഹണി ട്രാപ്പിൽ കുടുക്കിയത് ആരൊക്കെയാണ്, അതിൻ്റെ പിന്നിലുള്ള കോൺസ്പിറസി എന്താണ് എന്ന് അവൾക്ക് പുറത്തു കൊണ്ടുവരണമെന്ന് അവൾ നിശ്ചയദാർഢ്യം എടുത്തതിൻ്റെ ഇതിൽ കൂടിയാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്. അവർ അമ്പലത്തിൽ കയറിയിട്ട്
ഞങ്ങളുടെ കുട്ടികളെ ഉപദ്രവിക്കുക, ഞങ്ങളെ മെൻ്റലി ടോർച്ചർ ചെയ്യുക, ഭണ്ണാരം മോഷ്ടിക്കുക. അങ്ങനെ ആദ്യത്തെ FIR നമ്പർ 25 ജനുവരിയിലാണ് രജിസ്റ്റർ ചെയ്യുന്നത്. അവിടെ നിന്നാണ് അത് ക്രിമിനൽ കേസിലേക്ക് മാറുന്നത്. ഈ ഹണി ട്രാപ്പ് എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലാണല്ലോ ഉണ്ണിമായ ഉറച്ചു നിൽക്കുന്നത്. അപ്പോൾ മാർച്ച് മാസം മുതലുണ്ടായ ചാറ്റാണ്. എന്തുകൊണ്ടായിരിക്കാം ഇത്രയും കാലം അരുണിനെതിരെ പരാതി നൽകാൻ ഇത്രയും കാലം താമസിച്ചിട്ടുണ്ടാവുക? അതിനൊരു കാര്യമുണ്ട്. ഈ ഭണ്ണാരം മോഷണം തുടങ്ങിയ 5 FIRകളിൽ അന്വേഷണം നടത്തി അവരെ അറസ്റ്റ് ചെയ്യാവുന്ന ഒരു സ്റ്റേജിലെത്തിയപ്പോഴാണ് ഇവിടെ ബാംഗ്ലൂർ FIR രജിസ്റ്റർ ചെയ്യുന്നത് മെയ് 29. പ്രവീണും കൂട്ടരെയും ഭണ്ണാരമോഷണത്തിനുള്ള അന്വേഷണം പൂർത്തിയാക്കി അറസ്റ്റ് ചെയ്യാൻ പോകാവുന്ന ഒരു സാഹചര്യം എത്തിയപ്പോഴാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതായത് ഉഭയസമ്മതത്തോടുള്ള ഒരു ബന്ധമായിരുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ പീഡനത്തിനാണ്, റേപ്പിനാണ് കേസ് എടുത്തിട്ടുള്ളത്. അതിന് അത് ഏത് സാഹചര്യം, പ്രത്യേകിച്ച് ഉണ്ണിമായുടെ അച്ഛനെതിരെ കേസുണ്ട്, പരാതിയുണ്ട്, FIRൽ പരാതി രേഖപ്പെടുത്തിയിട്ടുണ്ട്, അതുപോലെ ബ്രദർ ഇൻ ലോയിനെതിരെയും പരാതിയുണ്ട്. ആ സാഹചര്യത്തിലാണ് അരുൺ അറസ്റ്റിലാവുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ചെയ്യുമ്പോൾ ഇത് ഹണി ട്രാപ്പ് ആണ് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് വ്യക്തതയുണ്ട്? ഉണ്ട്. കാരണം ആ കാണിച്ച ചാറ്റ് അല്ലാതെ അവരുടെ കയ്യിൽ യാതൊരു വീഡിയോകളോ കാര്യങ്ങളോ ഇല്ല. ഈ ഇപ്പോൾ പോലീസ് 2 കോടി രൂപ ആവശ്യപ്പെട്ടു എന്നൊരു സാഹചര്യം വന്നിരുന്നല്ലോ. അത് ഏത് സാഹചര്യത്തിലാണ്? ഉണ്ണിമയുടെ അച്ഛനെ അറസ്റ്റ് ചെയ്യാതിരിക്കാനാണോ അതോ ഈ കേസ് ഇല്ലാതാക്കാനാണോ? അച്ഛനെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ. കാരണം അവിടെ നിന്ന് ഇവിടെ വന്ന സംഘത്തിന് അമ്പലവും കാര്യങ്ങളും കണ്ടപ്പോൾ മനസ്സിലായി അച്ഛൻ എന്താണ് എന്നുള്ളത് മനസ്സിലായി. അതപ്പോൾ അച്ഛൻ അവിടെ നിർത്തിയിട്ട് പോവുക ചെയ്തത്. എന്നിട്ടാണ് ഇത് ആവശ്യപ്പെട്ടത് എന്നോട്. ഡയാലിസിസ് സെൻ്ററിൻ്റെ കാര്യം പറഞ്ഞിരുന്നോ? ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കങ്ങളാണോ ഇത്ര വലിയൊരു ഇതിലേക്ക് വന്നത്, ഗൂഢാലോചനയിലേക്ക് വന്നത്? അങ്ങനെയാണോ? അതെ. ഡയാലിസിസ് സെൻറ്റർ ഈ ജനുവരിയിൽ ഇനോഗ്രേഷൻ നടക്കേണ്ടതായിരുന്നു. പണിയെല്ലാം കഴിഞ്ഞ് എക്യുപ്മെൻറ്റ്സ് ഇറക്കാൻ നിൽക്കുകയായിരുന്നു. ആ സമയത്താണ് ഇത് ഉണ്ടായിട്ടുള്ളത്. അന്ന് തൊട്ടേ അവർ പ്ലാൻഡാണ് ഇതിന്. ഈ സാമ്പത്തിക തർക്കം എങ്ങനെ തുടങ്ങിയതാണ്? സാമ്പത്തിക തർക്കം അച്ഛൻ എല്ലാവരെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരാളാണ്. അവരെ സ്വന്തം മക്കളെ പോലെ തന്നെയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അവർക്ക് കിട്ടുന്ന അച്ഛൻ നൽകുന്നത് കുറഞ്ഞു പോകുമോ, കൂടുതൽ ചാരിറ്റിയിലേക്ക് പണം നൽകുമോ? അതുമാത്രമല്ല, തൃശ്ശൂരുള്ള 1000 കുടുംബങ്ങൾക്ക് മാസം 1000 രൂപ വീതം പെൻഷൻ പദ്ധതിയും അനൗൺസ് ചെയ്തിരുന്നു. അച്ചാച്ചൻ്റെ 101ാം പിറന്നാൾ ആഘോഷം പ്രമാണിച്ച് 1 വർഷം നീണ്ടു നിൽക്കുന്ന ചാരിറ്റിയാണ് അച്ഛൻ അനൗൺസ് ചെയ്തിരുന്നത്. അത് അവർ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കിയതിനെ തുടർന്ന് അത് നിർത്തിവെച്ചു. ഈ ഗ്രാൻഡ് ഫാദർ വില്ലെഴുതിയത് അച്ഛൻ്റെ പേർക്കാണോ? അങ്ങനെ ഒരു സാഹചര്യം എന്തായിരുന്നു? അച്ഛൻ്റെ പേർക്ക് വില്ലെഴുതി അമ്പലത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം അച്ഛനെ ഏൽപ്പിക്കാനുണ്ടായ സാഹചര്യം എന്താണ്? അച്ഛനാണ് അച്ചാച്ചൻ്റെ കൂടെ നിന്ന് അമ്പലം നോക്കി ഉണ്ടാക്കിയതും വളർത്തി വലുതാക്കിയതും എല്ലാം അച്ഛനാണ്. അതുകൊണ്ടാണ് സുരക്ഷിതമായിരിക്കുമെന്ന് പൂർണ്ണ ബോധ്യമുള്ളതുകൊണ്ടാണ് അച്ചാച്ചൻ എല്ലാതും അച്ഛനെ ഏൽപ്പിച്ചത്. ഇതിൻ്റെ പേരിൽ അതായത് ഈ പ്രവീൺ ചെറുമക്കളായ ശേഷമാണോ ഇങ്ങനത്തെ ഒരു തർക്കത്തിലേക്ക് പോയത്, അതോ നേരത്തെ തന്നെ? അച്ഛൻ്റെ പേര് ഉണ്ണി ദാമോദരൻ എന്നാണ്. അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പേരെന്താണെന്ന് പറഞ്ഞു? വേണുഗോപാൽ ദേവദാസ്. ഇവരും ഈ വേണുഗോപാലും ദേവദാസും അതായത് ഇവരുടെ ഈ ഫാമിലി ആകുന്നതിന് മുൻപേ, അല്ലെങ്കിൽ ഫാമിലി ആയിരുന്ന ഒരു കാലഘട്ടത്തിലോ തന്നെ ഇത്തരം തർക്കം ഉന്നയിച്ച് വന്നിട്ടുണ്ടോ? സാമ്പത്തിക ഇവർ മക്കളൊക്കെ വലുതായി പ്രാപ്തിയായതിനു ശേഷമാണ് ഇത് തുടങ്ങിയിട്ടുള്ളത്. പ്രവീണിൻ്റെ പെൺസുഹൃത്താണ് ഈ പരാതിക്ക് പിന്നിലെന്ന് പറയുന്നുണ്ട്. അതായത് ഈ അരുണിനെതിരെ നൽകിയ പീഡന പരാതി നൽകിയത് പ്രവീണിൻ്റെ പെൺസുഹൃത്താണ്. അങ്ങനെയെങ്കിൽ ആ പെൺസുഹൃത്ത് അമ്പലത്തിൽ എത്താനുണ്ടായ ഒരു സാഹചര്യം എന്താണ്? അവരോട് പൂജകൾ വല്ലതും നടത്തിയിട്ടുണ്ടോ? അതല്ലെങ്കിൽ അവർ ഈ പറയുന്ന കുടുംബപരമായ അവരുടെ കുറച്ച് പ്രശ്നങ്ങൾ കാരണമാണ് അവർ ഇത് ദേവസ്ഥാനം തേടി എത്തിയത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ശരിയായി അതായത് അവരവിടെ വന്നിട്ടുണ്ടോ, അവിടെ പൂജകൾ നടത്തിയിട്ടുണ്ടോ, അങ്ങനത്തെ എന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അവർ അവിടെ കാറിൽ വന്ന് ഇറങ്ങുന്നത് തൊട്ട് അമ്പലത്തിൽ കയറുന്നത്, അമ്പലത്തിന് ചുറ്റും നടക്കുന്നത്, അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നത്, പുറത്ത് കിടക്കുന്നത്, അതെല്ലാം ഈ പെൻഡ്രൈവിലുണ്ട്. അവരവിടെ ഒരു പൂജയും നടത്തിയിട്ടില്ല. അപ്പോൾ അവർ വന്നത് ഇത്തരം ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ്. അതെ, അവർ വന്ന കാർ നമ്പർ ഫേക്കാണ്. കാർ നമ്പർ ഫേക്ക് ആണെന്നുള്ള കാര്യത്തിൽ ഉണ്ണിമായ്ക്ക് ഉറപ്പുണ്ട്. അന്വേഷണം നടത്തിയിരുന്നു. അതെ അതെ. ഇപ്പം ഇത്തരം സാഹചര്യം ഞാൻ ചോദിക്കുന്നത്, ഇപ്പം അച്ഛൻ്റെ സ്ഥിതി എന്താണ്? കാരണം അച്ഛനെ കർണാടക പോലീസ് തിരയുന്നുണ്ട്. അവർക്ക് കണ്ടെത്താനായിട്ടില്ല എന്നൊരു
ഇതാണല്ലോ മെസ്സേജ് ആണല്ലോ ലഭിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ എന്താണ് അച്ഛൻ്റെ സ്ഥിതി, എന്താണ് അച്ഛനെ പറ്റി എന്താണ് പറയാനുള്ളത്? അച്ഛൻ എവിടെയാണെന്ന് ഞങ്ങൾക്കറിയില്ല. അങ്ങനെ എന്തെങ്കിലും പരാതി നൽകിയിട്ടുണ്ടോ? അച്ഛനെ മിസ്സിംഗ് ആണെന്നോ അങ്ങനെ എന്തെങ്കിലും പരാതി നൽകിയിട്ടുണ്ടോ? ഞാൻ എൻ്റെ അമ്മയ്ക്ക് ഒരു വാക്ക് നൽകിയിട്ടുണ്ട്. അച്ഛൻ്റെ അഭിമാനം നേടിയെടുത്തിട്ട് അച്ഛൻ ഇനി അങ്ങോട്ട് വരും അമ്മയെന്ന്. അമ്മ ഇന്നലെ പരാതി കൊടുത്തിട്ടുണ്ട്. DIGക്ക് കൊടുത്തിട്ടുണ്ട്, അന്തിക്കാട് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്, ഇരിങ്ങാലക്കുട റൂറലിൽ കൊടുത്തിട്ടുണ്ട്, മുഖ്യമന്ത്രിയുടെ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അച്ഛൻ മിസ്സിംഗ് ആണ് എന്ന് തന്നെയാണ് നിങ്ങൾക്കും ഇത്ര കാലമായിട്ട് എവിടെയോ ഉണ്ട്, ഞങ്ങൾക്കറിയാം എവിടെയോ ഉണ്ട്, പക്ഷെ എവിടെയാണെന്ന് അറിയില്ല. ഈ കേസുമായി ബന്ധപ്പെട്ട അഭിമാന പ്രശ്നം മൂലം അദ്ദേഹം മാറി നിൽക്കുന്നതാണോ? അത് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അത്രയും ഒരായുഷ്കാലം മുഴുവൻ ഒരു അമ്പലത്തിനും ഒരു നാടിനും വേണ്ടി ജീവിച്ച ആളാണ് എൻ്റെ അച്ഛൻ. അദ്ദേഹത്തിന് ഇത് താങ്ങാവുന്നതിനും അപ്പുറമാണ്. അവർക്ക് ആവശ്യവും അതുതന്നെയാണ്, അച്ഛനെ ഇല്ലാതാക്കുക എന്ന് തന്നെയാണ്. നമുക്കെല്ലാം ഫൈറ്റ് ചെയ്ത് നിൽക്കാം, അത് എത്രത്തോളം മനസ്സ് എത്രത്തോളം സ്ട്രോങ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അത് തന്നെയാണ് അവരുടെ ആവശ്യവും. അച്ഛനെ വീഴ്ത്തുക, അച്ഛനെ കൊല്ലുക എന്ന് തന്നെയാണ് അവരുടെ ആവശ്യവും. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇത് സിവിൽ കേസായി നിന്നിരുന്ന ഒരു തർക്കമായിരുന്നല്ലോ ആദ്യഘട്ടത്തിൽ, സാമ്പത്തിക പ്രശ്നം എന്നുള്ള അല്ലെങ്കിൽ അവകാശ തർക്കം എന്നുള്ള തരത്തിലായിരുന്നല്ലോ. അത് പിന്നീട് നിങ്ങളെ ഉപദ്രവിക്കുന്ന തരത്തിലേക്ക് ഒന്ന്, അതിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ കാണിച്ചിരുന്നല്ലോ, നിങ്ങളെ ഉപദ്രവിക്കുന്ന തരത്തിലേക്ക് വരുന്നു, അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിൽ കയറി പ്രശ്നമുണ്ടാക്കുന്ന തരത്തിലേക്ക് വരുന്നു, ഭണ്ഡാരം മോഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ ക്രിമിനൽ കേസുകളും അതിൽ രജിസ്റ്റർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ കേസുകൾ തുടങ്ങിയ ഇടത്തു നിന്നാണോ ഈ ഗൂഢാലോചനകളൊക്കെ? അതായത് നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ അവർക്കെതിരെയുള്ള FIR രജിസ്റ്റർ ചെയ്തു, അല്ലെങ്കിൽ അത് അറസ്റ്റിലേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു ഗൂഢാലോചന ഉണ്ടായത്. ഈ അരുൺ അതിനകത്ത് പെടാനുണ്ടായ സാഹചര്യം എന്താണ്? അതായത് അരുണിൻ്റെ ഭാഗത്തൊന്നും ചാറ്റ് ഉണ്ടായിട്ടുണ്ടോ? ഈ ലേഡിയുടെ ഭാഗത്തൊന്നും ചാറ്റ് ഉണ്ടായിട്ടുണ്ടോ? അത് നമുക്ക് ചാറ്റ് ഡീറ്റെയിൽസ് തരുന്നുണ്ട്. പക്ഷെ നിങ്ങൾ പറയുന്നത് അവരുടെ ചാറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഡിലീറ്റ് ചെയ്തിട്ട് ബാക്കി മാത്രമാണ് കാണിച്ചിട്ടുണ്ടായിട്ടുള്ളത്. അപ്പം അരുണിനെ അതിലേക്ക് പെടുത്തേണ്ടുന്ന ഒരു സാഹചര്യം എന്താണെന്നാണ് ഉണ്ണിമായ മനസ്സിലാക്കുന്നത്? കാരണം അരുൺ എൻ്റെ അച്ഛൻ്റെ സഹായത്തിന് അച്ഛൻ്റെ കൂടെ അവിടെ ഉണ്ടായിരുന്നു കുറച്ച് നാളുകളായിട്ട്. അതുകൊണ്ടായിരിക്കാം അവർ അങ്ങനെ. ഈ സ്ത്രീ ആദ്യമായിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഈ സിവിൽ കേസ് ക്രിമിനൽ കേസ് ആയത് തൊട്ടല്ല ഇത് ഗൂഢാലോചന നടന്നിരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായത് ഞാൻ ബലന്തൂർ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ്. അവിടെ CI എന്നൊരു ഫയൽ കാണിച്ചു. അതിൽ ഫസ്റ്റ് പേജ് പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തിൽ ആ സ്ത്രീ വന്നിട്ട് പൂജയ്ക്ക് വേണ്ടി ഒരു സ്ലിപ്പ് എടുത്തിരിക്കുന്നതാണ്. അത് നവംബർ 16-ാം തീയതിയാണ്. സെപ്റ്റംബർ 22 2024 ഞങ്ങൾ ഡയാലിസിസ് സെൻറ്റർ അനൗൺസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഒക്ടോബർ കഴിഞ്ഞ് നവംബർ 16-ാം തീയതിയാണ് ഈ സ്ത്രീ ആദ്യമായി എത്തുന്നത്. അന്ന് തൊട്ടുള്ള പ്ലാനിങ് ആണ്. ഈ അരുണിന്റെ ചാറ്റ് കാര്യങ്ങൾ എത്രത്തോളം മാനിപ്പുലേറ്റഡ് ആണ് എന്നുള്ളത് അന്വേഷിക്കാൻ ഞങ്ങൾ പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഫോൺ റിക്കവർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ചാറ്റ് മുഴുവൻ റിക്കവർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതിന് പോലീസിന് പരാതി പ്രത്യേകിച്ച് അപേക്ഷ നൽകിയിട്ടുണ്ടോ? അങ്ങനത്തെ നീക്കത്തിന് വേണ്ടിയിട്ട് അപേക്ഷ നൽകിയിട്ടുണ്ട് അവിടെ. ഓക്കെ, ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം അരുണിൻ്റെ ഭാഗത്തു നിന്നും ചാറ്റ് ഉണ്ടായിട്ടുന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട്, തിരുശാസ്ത്രിയുടെ ഭാഗത്തു നിന്നും ചാറ്റ് ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് കാര്യത്തിലും വ്യക്തതയുണ്ട്. ഹണി ട്രാപ്പ് ആണെന്ന് പറയുമ്പോഴും അരുണിനെ ഇതിലേക്ക് കൊടുക്കുക, അതല്ലെങ്കിൽ നിങ്ങളുടെ ഇല്ലോസിനെ ഇതിലേക്ക് കൊടുക്കുക എന്ന് പറയുന്നത് നിങ്ങൾ 2 പെൺകുട്ടികളായതുകൊണ്ടുള്ള, അതായത് ഈ സ്വത്ത് മറ്റൊരു ആളുകളിലേക്ക് പോകും എന്നും ഭയന്നിട്ടായിരിക്കുമോ? അവർക്ക് അച്ഛനെ ഒറ്റപ്പെടുത്തുക, അച്ഛനെ മാനസികമായിട്ട് തളർത്തുക, ഞങ്ങൾ 2 പെൺകുട്ടികളെ മാനസികമായിട്ട് തളർത്തുക. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ അനിയത്തി വിഷ്ണുപ്രിയ എനിക്ക് നൽകിയ ധൈര്യമാണ് ഞാനിന്ന് ഇവിടെ വന്നിരിക്കുന്നത്. അവളുടെ ഭർത്താവിനെ കൺമുന്നിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടും ഇങ്ങനെ ഒരു ഹണി ട്രാപ്പിൽ കുടുക്കിയിട്ടും നീ ധൈര്യമായിട്ട് പോയിട്ട് ചെയ്തോ എന്ന് അവൾ നൽകിയ ധൈര്യത്തിലാണ് ഞാനിന്ന് ഇവിടെ വന്നിരിക്കുന്നത്. ആ ധൈര്യം അവർ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. മറ്റൊരു ചോദ്യം ചോദിക്കട്ടെ. ആദ്യഘട്ടത്തിൽ അതായത് ഈ വാർത്ത പുറത്തു വരുന്നത് അരുൺ എന്ന് പറയുന്നത് സഹായിയാണ്, അതായത് പെരിങ്ങോട്ടുകര ക്ഷേത്രത്തിലെ സഹായിയായ അരുണിനെയാണ് ഇതുവരെ കർണാടക പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ്. അപ്പോൾ അരുൺ ബന്ധുവാണ്, അല്ലെങ്കിൽ അരുൺ ഉണ്ണി ദാമോദരൻ എന്ന് പറയുന്ന തന്ത്രിയുടെ മരുമകനാണ് എന്നുള്ള കാര്യം ഈ സ്ത്രീക്കോ അതല്ലെങ്കിൽ ഇത് ഓപ്പറേറ്റ് ചെയ്തവർക്ക് അറിയാമായിരുന്നല്ലോ. അങ്ങനെ ഉണ്ടായിരുന്നൊരു സാഹചര്യത്തിൽ എന്തായിരിക്കാം ഒരു പക്ഷേ ഈ സഹായി എന്നുള്ള തരത്തിലേക്ക്, തന്ത്രിയുടെ സഹായി അറസ്റ്റിലെന്നാണല്ലോ നമ്മൾ വാർത്ത അങ്ങനെ ആയിരുന്നല്ലോ. എങ്ങനെയായിരിക്കും അങ്ങനെ ഇൻഫർമേഷൻ വന്നിട്ടുണ്ടാവുക എന്ന് വിചാരിക്കുന്നു? അത് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ഒരു അച്ഛനും മരുമകനും കൂടി ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ജനം എത്രത്തോളം അത് വിശ്വസിക്കും. അതുകൊണ്ട് തന്നെയാണ് അവരത് മനഃപൂർവ്വം അങ്ങനെ സഹായി അറസ്റ്റിൽ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. ഈ ചാറ്റും അതിൻ്റെ ഇപ്പുറത്തെ എൻ്റെ അച്ഛൻ്റെ ഫോട്ടോയും വെച്ചുകൊണ്ടാണ് അവർ പ്രചരിപ്പിക്കുന്നത്. അതും നിങ്ങൾ കണ്ടു കാണുമല്ലോ. തീർച്ചയായിട്ടും അച്ഛനെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ട്രാപ്പ് തന്നെയാണ് ഇത് എന്ന് ഉണ്ണിമായ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്.
ഈ പോലീസുകാർ കേസ് ഒത്തുതീർക്കാൻ 2 കോടി രൂപയുടെ കാര്യം പറഞ്ഞിരുന്നല്ലോ, അതെ പറഞ്ഞോളൂ. അവർക്ക് അമ്പലം അടഞ്ഞു കിടക്കുകയാണ്, അച്ഛൻ ഒളിവിലാണ്, അവർക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കണം എന്ന് പറഞ്ഞിട്ട് അവരൊരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് തന്നെ അത് വ്യക്തമല്ലേ? നിലവിൽ ഇപ്പോഴും അങ്ങനെ ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. അതായത് ഈ കേസിന് ശേഷം അച്ഛൻ ഒളിവിലാണ് എന്ന്, അല്ലെങ്കിൽ അച്ഛനെ മിസ്സിംഗ് ആണ് എന്ന് നിങ്ങളുടെ പരാതി, അച്ഛൻ ഒളിവിലാണ് എന്ന് മറ്റുള്ളവരുടെ പരാതി, ആ പരാതിക്ക് ശേഷം ക്ഷേത്രത്തിൽ പ്രവേശിക്കണമെന്ന് പറഞ്ഞൊരു പോലീസ് സഹായം ചെയ്ത് നൽകണം അവർക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് അവരൊരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. പോലീസിന്റെ സഹായം അവർക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ വേണം, ക്ഷേത്രം തന്ത്രി ഒളിവിലാണ്, റേപ്പ് കേസിൽ പ്രതിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ കൊടുത്തു. അവർക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ വേണ്ടി അവർ പറ്റാവുന്ന എല്ലാ മാർഗങ്ങളും അവർ പരീക്ഷിച്ചു. അതൊന്നും നടക്കാതായപ്പോഴാണ് ഈ ഒരു അറ്റംപ്റ്റിന് മുതിർന്നത്. ഞങ്ങൾ ഇതുകൊണ്ട് തന്നെയാണ് അവരെ ക്ഷേത്രത്തിൽ ഇതുവരെ പ്രവേശിപ്പിക്കാതിരുന്നത്. കാരണം ഇവരുടെ ക്രൂര മുഖം വ്യക്തമായി മനസ്സിലാക്കിയവരാണ് ഞങ്ങൾ. നാളെ അവരെ ക്ഷേത്രത്തിൽ കയറ്റിയാൽ അവർ അന്നദാനത്തിൽ വിഷം കലർത്താൻ വരെ മടിക്കില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞങ്ങൾ ക്ഷേത്രത്തിൽ അവരെ ഒരു കാരണവശാലും പ്രവേശിപ്പിക്കില്ല എന്ന് തറപ്പിച്ചു പറഞ്ഞിരുന്നത്. ദിവസം 1000-ഓളം പേർക്ക് അന്നദാനം നൽകുന്ന ഒരു ക്ഷേത്രമാണത്. അച്ഛനുണ്ടാക്കിയെടുത്തൊരു ഇമേജ് ഉണ്ടല്ലോ, അതായത് അത് ഈ മൊത്തത്തിൽ, അതായത് ഇപ്പം പെരിങ്ങോട്ടുമഠം എന്ന് പറയുമ്പോൾ തന്നെ കേരളം ആകെ പ്രസിദ്ധി ആർജിച്ച ഒരു ക്ഷേത്രമാണ്. അവിടുത്തെ തിരക്കും അത്തരത്തിൽ വിശ്വാസികളുടെ ഒരു കൂട്ടവും ബാഹുല്യവും ഒക്കെ നമുക്കറിയാം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത്തരം ക്ഷേത്രത്തിന് തന്ത്രിക്കുണ്ടായ ഒരു മനക്കേട്, ഒരു അഭിമാനക്ഷതം, ആ ഒരു കാരണം കൊണ്ടായിരിക്കുമോ അതോ താൻ ഇനിയും നിരപരാധിയാണെന്ന് തെളിഞ്ഞിട്ട് മാത്രമേ രംഗത്തേക്ക് വരുള്ളൂ എന്നുള്ള സാഹചര്യത്തിൽ അച്ഛൻ തനിയെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണോ? അതല്ലെങ്കിൽ ഇത്തരത്തിൽ ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും അപായപ്പെടുത്തിയിട്ടുണ്ടോ, അങ്ങനെ തോന്നലുണ്ടോ? എൻ്റെ അച്ഛൻ ഒരു ഭീരുവല്ല. എൻ്റെ അച്ഛൻ ഒരായുഷ്കാലം വിഷ്ണുമായെ ഉപാസിച്ച ഒരു ഉപാസകനാണ്. തൻ്റെ നിരപരാധിത്വം തെളിയിച്ചിട്ടേ ഇനി ഞാൻ വരികയുള്ളൂ എന്നാണ് അച്ഛൻ ശപഥം ചെയ്തിരിക്കുന്നത്. അതിന് ഇടവും വലവും കാവലായി ഞാനും എൻ്റെ അനിയത്തി വിഷ്ണുപ്രിയയും, ഞങ്ങൾക്ക് കാവലായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ മൂർത്തിയും ഉണ്ടാകുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. ഈ ഇതിന് ശേഷം ഒരു തവണയെങ്കിലും അച്ഛനോട് കോൺടാക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല. പോലീസ് മൊബൈൽ ടവർ ലൊക്കേഷൻ തിരയോ അങ്ങനത്തെ എന്തെങ്കിലും ഡീറ്റെയിൽസ് പോലീസ് തന്നിട്ടുണ്ടോ? അച്ഛനെ എവിടെയാണെന്നോ ഇൻഫോം ചെയ്യുന്ന തരത്തിലുള്ള? ഇവിടത്തെ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അവിടെ ബലന്തൂർ സ്റ്റേഷനിൽ നമ്മുടെ 2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവരോട് ഇടയ്ക്കിടയ്ക്ക് അവിടുത്തെ പോലീസുകാർ പറയും, നിങ്ങൾ അച്ഛനെ തേടി ഇതേ പോയിട്ടുണ്ട്, നിങ്ങളുടെ എൻ്റെ മൊബൈൽ നമ്പർ ട്രേസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് മെൻ്റലി ടോർച്ചർ ചെയ്യായിരുന്നു എന്നെ അവരവിടെ. പോലീസുകാരുടെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? നേരത്തെ പറഞ്ഞിരുന്നല്ലോ 2 കോടി രൂപ കൊടുക്കുകയാണെങ്കിൽ കേസ് പിൻവലിക്കാമെന്നുള്ളതാ. അവരുടെ ഭാഗത്തു നിന്ന് തന്നെയാണല്ലോ വിശദമായ കഴിഞ്ഞ പ്രസ് മീറ്റിൽ ഞങ്ങളെ കേൾപ്പിച്ച ഓഡിയോ അങ്ങനെയാണല്ലോ, അതായത് നിങ്ങളുടെ എതിർകക്ഷികൾ ഉണ്ടാക്കിയ ട്രാപ്പാണിത് എന്ന് പറയുന്നത് അവരുടെ ഭാഗത്തു നിന്ന് തന്നെയാണല്ലോ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതിൽ വ്യക്തതയുണ്ടായിരുന്നപ്പോൾ ഈ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയെന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ DGPക്ക് പരാതി നൽകിയെന്ന് പറയുന്നുണ്ടോ? ഇത്തരം കാര്യങ്ങൾ അതായത് പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഇതിനെ എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാനല്ല നിങ്ങളെ ബ്രൈബ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അത് മാറിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുന്നുണ്ടോ? നമുക്ക് ഇതിൻ്റെ എതിർഭാഗം നിൽക്കുന്ന ആൾക്കാർ പ്രവീൺ ഹൈക്കോർട്ട് സെൻട്രൽ കൗൺസിലാണ്. അവർ ഈ ഭണ്ണാരമോഷണം അടക്കമുള്ള കാര്യങ്ങൾ അമ്പലത്തിൽ ചെയ്യുന്നതിന് മുന്നേ അവർ ചെയ്തിരുന്നത് ഞാൻ കാണിച്ചു തരാം. CCTV ക്യാമറകൾ അമ്പലത്തിൽ ഓഫ് ചെയ്യുകയാണ് അവർ ചെയ്തിരുന്നത്. പ്രവീൺ വക്കീലാണ്, ശ്രീരാഗ് വക്കീലാണ്. രാത്രി ശ്രീരാഗും കാശിനാഥനും കൂടി ക്യാമറ വലിച്ചിടുന്ന ദൃശ്യങ്ങളാണിത്. അവർ പ്രബലരാണ്, അവർക്കതിനുള്ള കോണ്ടാക്ട്സ് ഉണ്ടാവായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവിട്ടാൽ തെളിവുകൾ നശിപ്പിക്കാനുള്ള ഒരു അവസരമായി മാറുമെന്ന് നമുക്ക് നിയമോപദേശം കിട്ടിയത് കൊണ്ടാണ് കൂടുതൽ തെളിവുകൾ പുറത്തുവിടാത്തത്. ഈ ശ്രീരാഗും കാശിനാഥനും ആരാണ്? കാശിനാഥൻ സ്വാമിനാഥൻ്റെ മകനാണ്, ശ്രീരാഗ് ദേവദാസിൻ്റെ മകനാണ്. അല്ല, വല്യശ്ശമാരുടെ ചേട്ടനനിമാരുടെ മക്കളാണ്. ഇവരെല്ലാവരും കൂടി, അതായത് ഈ ഫാമിലി മുഴുവൻ ചേർന്നുകൊണ്ട് തന്നെയാണ്. അച്ഛനും അമ്മയും ഞങ്ങൾ 2 പെൺകുട്ടികളും ഭർത്താക്കന്മാരും മക്കളും മാത്രം. അവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അപ്പുറത്ത്. പക്ഷേ ഇന്ന് എനിക്ക് മനസ്സിലാകുന്നത് ഞങ്ങളുടെ കാരണവന്മാരും നാട്ടുകാരും അതിലപ്പുറം എൻ്റെ അച്ഛൻ ഉപാസിച്ചിരുന്ന ആ മൂർത്തിയും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എന്നാണ്. ആരൊക്കെ ഒറ്റപ്പെടുത്തിയാലും ആ മൂർത്തി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, ഒരു ജനം ഞങ്ങളുടെ കൂടെയുണ്ട്. ഈ ഇതിന് ശേഷം, പ്രശ്നത്തിന് ശേഷം ഒരു
നാട്ടുകാരുണ്ടല്ലോ, അതായത് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളിപ്പം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളുണ്ട്, ആ നാട്ടുകൂട്ടമുണ്ട്, നിങ്ങളുടെ വിശ്വാസവുമായി ചേർന്ന് നിൽക്കുന്ന ആളുകളുണ്ട്. അവരുടെയൊക്കെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് നൽകാനായിട്ട് അവരെത്തിയിരുന്നോ, വിളിച്ചിരുന്നോ, അങ്ങനത്തെ സാഹചര്യം? തീർച്ചയായിട്ടും അത് തന്നെയാണ് ഞങ്ങളുടെ ബലവും. എല്ലാവരും ഞങ്ങൾ അറിയിച്ചിരുന്നു, മോളെ അച്ഛന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, അച്ഛനത് ചെയ്തു എന്ന് ഞങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല, അവരുടെ സ്വഭാവം നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. അങ്ങനെ ഒരുപാട് മെസ്സേജുകളുണ്ട്. ഇനിയിപ്പോൾ എന്താണ് ഉണ്ണിമായുടെ അടുത്ത നീക്കം എന്താണ്? ഇതുമായി ബന്ധപ്പെട്ട് എത്ര പരാതികളുണ്ടോ, തെളിവുകളുണ്ട്? അതായത് മീഡിയയ്ക്ക് അല്ലെങ്കിൽ പുറത്തു വിടരുത് എന്ന നിയമോപദേശം കിട്ടിയ തെളിവുകൾ കൈവശമുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഏതറ്റം വരെയും പോകുമെന്ന് നിങ്ങൾ പലവരും പറഞ്ഞു കഴിയുകയും ചെയ്തു. അങ്ങനെ സാഹചര്യത്തിൽ ഇനി എന്താണ് അടുത്ത നീക്കം? എന്താണ്? പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്, അവർ അന്വേഷണം തുടങ്ങണം, FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങണം. ആ വഴിക്ക് മുന്നോട്ട് പോകാനാണ് തീരുമാനം. അമ്മ എന്ന് പറയുന്നത് അമ്മ കരഞ്ഞ് തളർന്ന് കിടക്കുക അവിടെ. അമ്മേനെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ വ്യാഴാഴ്ച അറസ്റ്റ് ചെയ്ത് പോയ അന്ന് ഞാൻ അരുണ്ടൊപ്പം ഞാൻ പോയത് പിന്നാലെ ഒരു കാറിൽ. അത് പിന്നെ ഞാൻ അമ്മേനെ കണ്ടിട്ടില്ല, എൻ്റെ മക്കളെ കണ്ടിട്ടില്ല. ഞാനിപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് നേരെ കൊച്ചിയിലേക്കാണ് ഞാൻ പുലർച്ചെ 4 മണിക്കാണ് എത്തിയത്. അമ്മേനെ ഞാൻ കണ്ടിട്ടില്ല. അമ്മേനെ അതല്ലാതെ നേരിട്ട് മുന്നിൽ ചെന്ന് കാണാനുള്ള ധൈര്യം എനിക്കില്ല. അമ്മ അനിയത്തിയുടെ അടുത്തുണ്ട്, അവൾ അമ്മേനെ സമാധാനിക്കുന്നുണ്ട്, അവൾ അമ്പലത്തിലെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടത്തുന്നുണ്ട്. ഇപ്പോൾ പൂജ അപ്പം തന്ത്രി ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ഇവർ ക്ഷേത്രത്തിൽ കയറണം എന്നുള്ള ഒരു ആവശ്യം പോലീസിനോട് ഉന്നയിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ അതായത് ക്ഷേത്ര സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എനിക്കതിൻ്റെ ചടങ്ങുകളെ പറ്റി എനിക്കറിയത്തില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും അത് ആരാണ് ഇപ്പോൾ നോക്കി നടത്തുന്നത്? ഇല്ല, അവിടെ ഒരു ശാന്തി കൂടിയുണ്ട്. ക്ഷേത്രം ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്, ഒരു പ്രശ്നവും ഇല്ല ക്ഷേത്രത്തിൽ. ഇവർക്ക് അതിൽ നമ്മൾ കയറ്റില്ല, കാരണം അവർ ഇത്രയും ക്രൂര മനസ്സുള്ളവരാണ്. അത് പോലീസിനെ ബോധ്യപ്പെടുത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. പോലീസിന് അറിയാം, നന്നായിട്ട് അറിയാം. പോലീസ് ഔട്ട് പോസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ ക്ഷേത്രത്തിന് മുന്നിൽ. പക്ഷേ ഒരു ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ അപ്പോൾ നമ്മളിപ്പോൾ ഏത് ക്ഷേത്രത്തിൽ ചെന്നാലും അല്ലെങ്കിൽ ഏത് ആരാധനാലയത്തിൽ ചെന്നാലും വിശ്വാസികളുടെ ഒരു പ്രശ്നമാണല്ലോ അത്. അപ്പോൾ അവിടേക്ക് വരുന്ന ആളുകളെ അത്ര കണ്ടങ്ങ് പോലീസ് പരിശോധിച്ച് വിടുന്ന ഒരു സാഹചര്യമൊന്നും ഇല്ലല്ലോ. എന്നിരുന്നാൽ പോലും പരിശോധിക്കുകയല്ല, പോലീസ് അവിടെ കാവലുണ്ട്. നമുക്ക് ഹൈക്കോടതിയിൽ നിന്ന് ഒരു ഓർഡർ എടുത്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ, സ്വാമിനാഥൻ അച്ഛനെ തെറിവിളി നടത്തുന്ന വീഡിയോ കാണിച്ചു തന്നല്ലോ. നമ്മൾ ഹൈക്കോടതിയിൽ നിന്ന് ഒരു ഓർഡർ എടുത്തിട്ടുണ്ട്. അവിടെ ലോ ആൻഡ് ഓർഡർ പാലിക്കണമെന്ന് പോലീസിന് ഹൈക്കോടതിൻ്റെ ഓർഡർ ഉണ്ട്. അതിനാണ് പോലീസ് അവിടെ ഇരിക്കുന്നത്. ഇപ്പം മറ്റൊരു ആരോപണം ഉണ്ടല്ലോ, നമ്മൾ പ്രസ് മീറ്റിൽ തന്നെ കേട്ടതാണ്, ബൗൺസേഴ്സിനെ നിർത്തി ഈ ക്ഷേത്രം നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഏത് സാഹചര്യത്തിലാണ് അങ്ങനെ ഒരു സെക്യൂരിറ്റി ഇതിലേക്ക് ക്ഷേത്രം മാറിയത്? ഇത് തിരക്ക് നിയന്ത്രിക്കാനാണോ അതോ ഇത്തരത്തിലുള്ള ഭീഷണികൾ നിലനിൽക്കുന്നത് കൊണ്ടാണോ എന്നുള്ള കാര്യത്തിലൊരു വ്യക്തത വേണമായിരുന്നു. ക്ഷേത്രത്തിൻ്റെ അതേ കോമ്പൗണ്ടിൽ തന്നെയാണ്, ഒരു ഗ്രില്ലിൻ്റെ വേർതിരിവേ ഉള്ളൂ ഞങ്ങളുടെ വീട്. അവിടെയാണ് ഞങ്ങൾ അച്ഛനും അമ്മയും മക്കളും താമസിക്കുന്നത്. രാത്രി കാലങ്ങളിൽ ഇവർ പുറത്ത് വന്ന് ബഹളം ഉണ്ടാക്കും, കള്ളു കുടിച്ചിട്ട് ഗോപുരവാതിൽ തുറക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. അതിനുശേഷമാണ് അത് ബൗൺസേഴ്സ് അല്ല, അത് സെക്യൂരിറ്റി സ്റ്റാഫാണ്. അവരുടെ ആധാർ കാർഡ്, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അതെല്ലാം ഞങ്ങൾ അന്തിക്കാട് സ്റ്റേഷനിലും ഇരിങ്ങാലക്കുട റൂറലിലും ക്രൈംബ്രാഞ്ചിലും കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഏജൻസി വഴിയാണോ അതോ നിങ്ങൾ തന്നെ ഓപ്റ്റ് ചെയ്തിട്ടുള്ള, നിങ്ങൾ തന്നെ സെലക്ട് ചെയ്തിട്ടാണ്? നമ്മുടെ സ്റ്റാഫാണ്, കുറച്ച് പേര് വേറെ ഏജൻസി വഴി. അപ്പം ഏതാണ്ട് ഉണ്ണിമായ്ക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു എന്നാണ്. ഇനി എന്തെങ്കിലും ഇതിനകത്ത് ക്ലാരിറ്റി വരുത്താനുണ്ടോ കൂടുതലായിട്ട്? എന്തെങ്കിലും അതായത് തെളിവുകളോ അതല്ലെങ്കിൽ കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട നിയമയുദ്ധത്തിന് പോകുന്നതിനെ പറ്റിയുള്ള സാഹചര്യം എന്തെങ്കിലും കൂടുതൽ ഉണ്ണിമായ്ക്ക് വെളിപ്പെടുത്താനുണ്ടോ? എനിക്ക് ഒന്നേ പറയാനുള്ളൂ, എൻ്റെ അച്ഛൻ്റെ നിരപരാധിത്വം അത് ജനങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾ അന്വേഷിക്കൂ, പോലീസ് അന്വേഷിക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഏതെങ്കിലും ഒരാൾ ഉറച്ചു നിന്ന് പറയുകയാണ് ഉണ്ണി ദാമോദരൻ ഇത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഞാൻ ഈ അമ്പലം നാട്ടുകാർക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറാണ്. എന്നാലും ഇവർക്ക് വിട്ടുകൊടുക്കില്ല. നാട്ടുകാരെ നടത്തിക്കോട്ടെ, കുഴപ്പമില്ല. അതുപോലെ തന്നെ അച്ഛൻ്റെ നിരപരാധിത്വം തെളിയിക്കുകയും ആ ഡയാലിസിസ് സെൻറ്റർ തുറന്ന് ജനത്തിന്, നാടിന് സമർപ്പിക്കുകയും ചെയ്യും. ഈ ഡയാലിസിസ് സെൻറ്റർ തുറന്ന് പ്രവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് കുറച്ച് തർക്കങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടല്ലോ. നിയമപരമായ തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടോ അതിന്? സിവിൽ കേസാണ്, അതിൻ്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. ഡയാലിസിസ് സെന്ററുമായി ഫോക്കസ് ചെയ്തിട്ടാണോ ഈ കേസ്? ഓരോ സ്റ്റേജ് കഴിയുമ്പോഴാണല്ലോ ഓരോന്നിലേക്ക് ഇത് വരിക. സിവിൽ കേസിൻ്റെ മാറ്റർ അറിയാലോ, ഒരു സ്വഭാവം അറിയാലോ. അപ്പോൾ ഏകദേശം ഒരു എത്ര വർഷമായിട്ടുണ്ടാവും ഈ ഒരു കേസ് നടപടികളുമായിട്ട് മുന്നോട്ട് പോയിട്ട്? സിവിൽ കേസസ് ആണ് ഞാൻ ചോദിക്കുന്നത്. അതാണ് ഇതിലെ ഏറ്റവും വലിയ രസം. 2024 ഡിസംബർ 17 തൊട്ടാണ് സിവിൽ കേസ് തുടങ്ങുന്നത്.
ഈ ഒരു ഷോർട്ട് പീരിയഡിലാണ് അവർ ഇത്രയും ക്രൂരത കാണിച്ചത്. ഇതിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് അവർ ഇത്രയും നാൾ ഞങ്ങളോട് കാണിച്ചിരുന്ന സ്നേഹം കാപട്യമായിരുന്നു. അവരുടെ ഉള്ളിൽ പൈസയോടുള്ള ആർത്തി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഇത്ര കാലം എന്ന് പറയുന്നത് ചെറിയ പറഞ്ഞല്ലോ, ഷോർട്ട് പീരീഡ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇതിനിടയിൽ അങ്ങനെ ഒരു കേസിലേക്ക് പോകാൻ എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? അതല്ലെങ്കിൽ ഇങ്ങനെ സ്വത്ത് തർക്കം ഉണ്ടാവുകയോ, ഈ സ്വത്ത് അല്ലെ ഓഹരി ചോദിക്കുകയോ അല്ല, ഡയാലിസിസ് സെന്റർ തുറക്കരുത് എന്ന് വ്യക്തമായി അവർ പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇല്ല, അത് നാടിന് സമർപ്പിക്കേണ്ടതാണ്, അത് ദാമോദരൻ, ബ്രഹ്മശ്രീ ദാമോദരൻ്റെ പേരിൽ അനൗൺസ് ചെയ്തതാണ്, അത് ഞാൻ ചെയ്യുമെന്ന് തന്നെ അച്ഛൻ പറഞ്ഞു. എങ്കിൽ ഞങ്ങൾ കണ്ടോളാം എന്ന് പറഞ്ഞിട്ടാണ് അവർ ഏറ്റുപോയത്. ഈ ഡയാലിസിസ് സെന്റർ തുറക്കാതിരിക്കാനുള്ള അവരുടെ ഒരു മോട്ടീവ് എന്തായിരിക്കും? തുറക്കരുത് എന്ന് പറയാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് അവർ വന്നത് എന്തായിരിക്കും? കാരണം ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് വേറെ വരുമാനമില്ല. അമ്പലത്തിൽ നിന്ന് അച്ഛൻ കൊടുക്കുന്നത് കൊണ്ടാണ് അവർ ജീവിച്ചിരുന്നത്. ഈ ഡയാലിസിസ് സെന്റർ ദിവസം 100 പേർക്ക് ഡയാലിസിസ്, സൗജന്യ ഡയാലിസിസ് ആണ്. അതിനൊരു തുക ആവശ്യമാണ്. അപ്പോൾ അവർക്ക് കിട്ടുന്ന വീതത്തിൽ നിന്നും കുറയുമോ എന്ന് വിചാരിച്ചുകൊണ്ട്, അതുകൊണ്ടാണ് ഞാൻ അവർ പറഞ്ഞത് അതേപോലെ പടി പറഞ്ഞത്. ഞാൻ അമ്പലത്തിൻ്റെ പൈസ നാട്ടുകാർക്ക് തിന്നാൻ കൊടുക്കില്ല എന്ന് തന്നെയാണ് അവർ പറഞ്ഞത് അച്ഛനോട് മുഖത്ത് നോക്കിയിട്ട്. അത്തരം തർക്കങ്ങൾ ക്ലിയറായി നടന്നിട്ടുണ്ട്. അതായത് ഈ ഡയാലിസിസ് സെന്റർ അതൊരു ചാരിറ്റിയാണ്. അത്തരം ചാരിറ്റി പ്രവർത്തനങ്ങളിലേക്ക് ഇത് പോകാൻ പറ്റില്ല, അതായത് അമ്പലത്തിന്റെ സമ്പത്ത് പോകാൻ പറ്റില്ല എന്നൊരു നിലപാട് തന്നെ എടുത്തിട്ടുണ്ട്. അതെ, അമ്പലത്തിന്റെ ഒരു ഭാഗം അച്ഛൻ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് മാറ്റിവെക്കുന്നത്. അവർക്കത് മുന്നും ഇഷ്ടമല്ല. ഇത് ട്രസ്റ്റ് ആണോ? അല്ല. ഈ ഇതിന്റെ രേഖകളൊക്കെയോ, അതായത് ക്ഷേത്രത്തിലേക്ക് വരുന്ന പണത്തിന്റെ രേഖകളൊക്കെ നിങ്ങൾ എന്തായാലും സൂക്ഷിക്കുമല്ലോ, അത് ഏത് തരത്തിലാണ്? അക്കൗണ്ടബിൾ ആണോ അതോ അങ്ങനെ? അതെ. മറ്റ് ടാക്സ് ഉൾപ്പെടെയുള്ള നിയമങ്ങളൊക്കെ പാലിച്ചു തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. സാമ്പത്തികമായിട്ടുള്ള നിയമങ്ങളൊക്കെ പാലിച്ചു തന്നെയാണ് ക്ഷേത്രം. തീർച്ചയായിട്ടും. എന്നിട്ടും ഈ ഡയാലിസിസ് സെന്ററിന് ഇത് അതായത് തുക മാറ്റി വെക്കുന്നതായിരുന്നു. അതായത് ഇപ്പം ക്ഷേത്രത്തിലേക്കുള്ള ഒരു വരുമാനത്തിൻ്റെ ഇതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടാകുമല്ലോ, ഇവർക്ക് കിട്ടേണ്ടത് കൊടുക്കുന്നുണ്ട്, അതല്ലെങ്കിൽ കൊടുക്കുന്നുണ്ട് എന്നൊരു സാഹചര്യവും മുന്നിലുണ്ട്. പക്ഷേ ഡയാലിസിസ് സെന്റർ തുടങ്ങുമ്പോൾ ഇത് കുറഞ്ഞു പോകുമോ? അത്തരത്തിലുള്ള ടോക്ക് വല്ലതും അച്ഛൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? ഇനി വരുമാനം കുറയും, അതല്ലെങ്കിൽ ചാരിറ്റിയിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടി, അതായത് വരവ് നിൽക്കുകയും ചെലവ് കൂടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണല്ലോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ടോക്ക് അച്ഛൻ്റെ ഭാഗത്തു നിന്നോ അങ്ങനെ ക്ലാരിറ്റി ഉണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഈ 1 വർഷം നീളുന്ന ഒരു ചാരിറ്റി പ്രവർത്തനങ്ങളാണ് അച്ഛൻ അനൗൺസ് ചെയ്തത്. അപ്പോൾ അച്ഛൻ കൂടുതൽ അതിലേക്ക് ഇറങ്ങുമ്പോൾ അവർക്കൊരു ഭയം, അവർക്ക് കിട്ടുന്ന വരുമാനം നഷ്ടം. ഞാൻ പറഞ്ഞില്ലേ, 1000 കുടുംബങ്ങൾക്ക് മാസം പെൻഷൻ, അങ്ങനെ ഒരു പദ്ധതി അച്ഛൻ അനൗൺസ് ചെയ്തിരുന്നു. അത് അവർ അകത്ത് പ്രശ്നം ഉണ്ടാക്കിയിട്ട് നിർത്തലാക്കി, വേണ്ടാന്ന് വെച്ചു. പ്രളയകാലത്ത് നമ്മൾ 15ഓളം വീടുകൾ നിർമ്മിച്ച് നൽകിയിട്ടുണ്ട്. ഒരുപാട് പഠനത്തിന് സഹായം ചെയ്യുന്നുണ്ട്, ചികിത്സാ സഹായങ്ങൾ നൽകുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു ഇതിലേക്ക് വന്നപ്പോൾ ഒരു ഭീമമായ തുക ഡയാലിസിസ് സെന്ററിന് വേണ്ടി ചെലവഴിക്കേണ്ടി വരുമെന്നറിഞ്ഞപ്പോൾ അവർക്ക് കിട്ടുന്ന വരുമാനം കുറയുമോ എന്ന് കരുതിയിട്ടാണ് അവരത് ചെയ്തിട്ടുള്ളത്. ഫൈനലി ഉണ്ണിമായ, അനിയത്തി, അമ്മ, നിങ്ങളുടെ ഹസ്ബൻഡ്സ്, കുട്ടികൾ, ഇവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഉണ്ണിമായ ഇപ്പം രംഗത്ത് വന്നിരിക്കുന്നത്. എന്താണ് നിലപാട്? അച്ഛൻ, അമ്മ, അനിയത്തി, കുട്ടികൾ, അവർക്ക് വേണ്ടി മാത്രമല്ല ഞാൻ രംഗത്ത് വന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കർണാടകയിൽ പോയി ഇതിൻ്റെ പിന്നാലെ ഞാൻ വ്യാഴാഴ്ച തൊട്ട് ഞാൻ കിടന്ന് അലയുന്നതാണ്. എനിക്ക് ഞെട്ടിക്കുന്ന വാർത്തകളാണ് നടന്ന് കിട്ടിയത്. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു വലിയ റാക്കറ്റ് തന്നെയുണ്ടെന്ന്. ഇങ്ങനെയുള്ള ഹണി ട്രാപ്പുകളിൽ പെട്ട് കരയുന്ന, ഇപ്പോൾ എനിക്ക് പ്രതികരിക്കാൻ ഒരു അവസരം കിട്ടി, എനിക്ക് അതിനുള്ളൊരു സൗകര്യം കിട്ടി. അതല്ലാതെ അതിന് കഴിയാതെ ആത്മഹത്യക്ക് ശ്രമിക്കുന്ന, ആത്മഹത്യ ചെയ്യുന്ന കുടുംബങ്ങളുണ്ട്. അതിൽ കരയുന്ന അമ്മമാരുണ്ട്, പെങ്ങന്മാരുണ്ട്, ഭാര്യമാരുണ്ട്. ഇവർക്കൊക്കെ കൂടി വേണ്ടിയാണ് ഞാൻ പ്രതികരിക്കാൻ ഇറങ്ങിയത്. അതാണ് അഭിലാഷ്, ഇതൊരു മകളുടെ മാത്രം പ്രതികരണമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. വൈകാരികതയുണ്ട് ഈ പ്രശ്നത്തിലെങ്കിൽ പോലും ഈ ക്ഷേത്രത്തിൻ്റെ മുഴുവൻ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നിന്ന, അതല്ലെങ്കിൽ ഇത്തരം കുടുംബ കേസുകളുടെ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാക്കി നിന്നിരുന്ന ഒരാൾ തന്നെയാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. നമ്മളോട് പ്രതികരിച്ചത് ഉണ്ണിമായാണ്, തന്ത്രിയുടെ മകളാണ്. തന്ത്രി പീഡന കേസിൽ ഇപ്പോൾ FIR ഇട്ട കേസിൽ പ്രതിയാണ്. അദ്ദേഹത്തെ ഒളിവിലാണ് എന്ന് ബാംഗ്ലൂർ പോലീസ് പറയുന്നു, കർണാടക പോലീസ് പറയുന്നുണ്ട്. പക്ഷേ അച്ഛൻ എവിടെയാണ്, അച്ഛൻ മിസ്സിംഗ് ആണ് എന്നുള്ള പരാതി വീട്ടുകാരും നൽകിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് മുന്നിലുള്ളത്. എന്നിരുന്നാൽ പോലും ഇത് ഒരു കുടുംബ തർക്കമാണ്, അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ സ്വത്തുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ്. പ്രത്യേകിച്ചും പെരിങ്ങോട്ടുപടം ക്ഷേത്രത്തിലെ സാമ്പത്തിക തർക്കമാണ്, അധികാര തർക്കമാണ് ഇത്തരത്തിലേക്ക് എത്തിച്ചത് എന്നുള്ള വെളിപ്പെടുത്തലുമായാണ് ഉണ്ണിമായ നമ്മുടെ മുന്നിലെത്തിയത്. അഭിലാഷ്.
യെസ്, എന്തായാലും സൂചിപ്പിക്കുന്ന പോലെ ഒരു കുടുംബ തർക്കമോ സാമ്പത്തിക തർക്കമോ ഒക്കെയാണ് അത് ഇത്തരത്തിൽ എത്തിയെങ്കിൽ തീർച്ചയായും അത് ഗുരുതരമായ ആരോപണങ്ങൾ തന്നെയാണ് ഇപ്പോൾ തന്ത്രിയുടെ മകൾ ഉന്നയിക്കുന്നത്. ഇതിൽ നീതിപൂർവമായ അന്വേഷണം വേണം എന്നാണ് കുടുംബത്തിൻ്റെ ആവശ്യം. അങ്ങനെയുള്ള അന്വേഷണം നടക്കും എന്നും സത്യം പുറത്തുവരും എന്നും വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ.